സുഹൃത്തുക്കളെ, നമ്മുടെ പിണറായി വിജയൻ ചേട്ടനോടൊപ്പം മോഹൻലാലുണ്ട്. നമ്മുടെ വേടന്റെ ഒരു പാട്ട് പിറകിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് ഒരു പത്രപരസ്യം. ഈ കോൺഗ്രസ്സുകാര് ഇങ്ങനെ വെട്ടിയിലാവാൻ ഇനി വേറെ എവിടെയും പോകണ്ട എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംസാരം കേൾക്കുന്നത് കേട്ടോ. എന്താണ് ഇപ്പൊ വേടന്റെ പാട്ട്? നിങ്ങൾ അറിഞ്ഞോന്ന് അറിയില്ല, വേടന്റെ ഒരു പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് LDFന് വേണ്ടി തന്നെ ഇറക്കിയ ഒരു പാട്ടാണ് എന്ന് പറയേണ്ടി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു പാട്ട് കേട്ട സമയത്ത് ലബനാനിലെ വിവരം ഉണ്ടെന്നേ. ഇതാ പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആ ജനാധിപത്യ ഭൂമിയെ ജനം ഭരിക്കും കാലമേ. അടിപൊളി. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ട്യൂണാണ്. അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പാട്ട് തന്നെയാണ് വേടൻ ഇറക്കിയിട്ടുള്ളത്. സത്യം പറയാം, പിണറായി വിജയൻ 3.0 എന്ന് പറയുന്ന ആ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയുള്ള ഒരു പാട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സലാം സഖാക്കളെ LDF സർക്കാർ മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ദിവസമാണ് ഇതൊന്നും പോരാഞ്ഞ് LDF സർക്കാർ ഒരു പത്രപരസ്യം ഇറക്കി. വേണമെങ്കിൽ ഈ പത്രപരസ്യം കാണുന്ന സമയത്ത് ആളുകളെ മുഴുവൻ കൺഫ്യൂഷൻ ആക്കി. ഇതിപ്പോ നടക്കുന്നതാണെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു പത്രപരസ്യം ഇറങ്ങിയത്. പിന്നെയാണ് ആലോചിച്ച് നോക്കിയത്, ഇത് ഇപ്പൊ നടന്നതല്ല. ഒരു 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സ്ഥലത്ത് കൃത്യമായിട്ടും ഇവർ പറയുന്നുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, എന്നാൽ ഇതിൽ കൊടുത്ത ചിത്രങ്ങളെല്ലാം പുതുതായിട്ട് എടുത്ത മറ്റു ചിത്രങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് അവർക്ക് എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം വിത്ത് ഡാറ്റ വെച്ച് തെളിവോട് കൂടിയിട്ടാണ് ഈ ഒരു പരസ്യം വന്നിരിക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് എന്തായിരുന്നു നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് വളരെ പെട്ടെന്ന് ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സത്യം പറയാലോ, ഇതിന്റെ ഡിസൈനർ സമ്മതിക്കണം. നമുക്കൊരു സല്യൂട്ട് കൊടുക്കേണ്ട മനുഷ്യനാണ് ഇതിന് ഡിസൈനർ തോന്നിപ്പോകുന്നു. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്നാണ് കൃത്യമായിട്ടും ഒരു മെയിൻ വാർത്ത രീതിയിലൊക്കെ കൊടുത്തിരിക്കുന്നത്. കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, പിന്നെ 40% സ്കൂളുകളും അടച്ചുപൊട്ടൽ ഭീഷണി. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ ആളുകൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതിപ്പോ നടക്കുന്നതാണോ അതിന് നടക്കാനുള്ളതാണോ? പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ എന്ത് വർത്തമാനമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ഇത് അടുത്ത വർഷം കൊടുക്കേണ്ട പാഠപുസ്തകം അടക്കം ഇപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. ശിവൻകുട്ടി സാറ് അതിഗംഭീരമായിട്ടല്ലേ ഇവിടെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുള്ള തോന്നലുണ്ടായി. അപ്പോഴാണ് പെട്ടെന്ന് പേജ് മറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് LDFന്റെ ഒരു അടിപൊളി പരസ്യമായിരുന്നു. 10 വർഷം മുമ്പ് എന്തൊക്കെയായിരുന്നു, 10 വർഷത്തിന്റെ ഈ ഒരു കാലയളവിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ആളുകൾക്ക് മനസ്സിലായി. നുണ പറഞ്ഞു നടക്കുകയായിരുന്നുള്ള VD സതീശനും കൂട്ടർക്കും ഈ ഒരു പത്രപരസ്യം വല്ലാത്തൊരു ഐഡിയായി. അതുകൊണ്ട് തന്നെ VD സതീശൻ പറയുന്നത് പത്രത്തിൽ കൊടുത്ത കാര്യങ്ങൾ മുഴുവൻ നുണയാണെന്നല്ല. VD സതീശൻ പറയുന്നത് ഇതിന്റെ പൈസ ചെലവാക്കേണ്ടി വരുന്നത് ഈ ഗവൺമെന്റ് അല്ലേ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും VD സതീശൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവരും അത്ഭുതമാവും. ശരിയാണല്ലോ, നമ്മുടെ പൈസയാണല്ലോ ഇവർ പരസ്യമായിട്ട് ഇങ്ങനെ ചെലവഴിക്കുന്നത് എന്ന് ചില പാവങ്ങൾക്കൊക്കെ തോന്നിപ്പോകും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഓരോ ഗവൺമെന്റും അവരവർ ചെയ്യുന്ന കാര്യങ്ങള് പത്രപരസ്യം കൂടെ അല്ലെങ്കിൽ പത്രം വിട്ടേക്ക് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്ര തുക മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് മാത്രമല്ല മാറ്റി വെക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും അതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ അച്യുതാനന്ദ ഗവൺമെന്റും ഒക്കെ ഇങ്ങനെ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പത്രപരസ്യമാവട്ടെ മറ്റു രീതിയിലുള്ള പരസ്യങ്ങളാവട്ടെ ആ പരസ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക മാറ്റി വെക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല പിണറായി വിജയൻ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒന്ന് മനസ്സിലാക്കണം. സംഗതി പത്രപരസ്യം ഇവർക്ക് റെഡിയായി.
വേടന്റെ ഒരു അതിഗംഭീര പാട്ടും വന്നു. 3.0 എന്ന രീതിയിൽ ഒരു പാട്ട് വന്നു. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് സിത്താര കൃഷ്ണകുമാരാണ് ഇതിനു മുമ്പ് നമ്മുടെ LDF ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു ഗംഭീര പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതൊരു ടച്ചിങ് സോങ് തന്നെയായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ഒപ്പം നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിന് തൊട്ടു മുമ്പ് മോഹൻലാലുമായി ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂ. മോഹൻലാൽ നമ്മുടെ പിണറായി വിജയൻ സാറിന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നു. എന്തായാലും കൃത്യമായിട്ടും അത് എഴുതി കൊടുത്ത ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൽ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലാതെ മോഹൻലാലിന്റെ മനസ്സിൽ നിന്ന് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊന്നും ആവില്ല. ആരും കുറ്റം പറയാന്ന് പോകുന്നത് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതേ നടനെ വെച്ചൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്നുള്ള പറയുന്ന വർത്തമാനം. അതുകൊണ്ട് മോഹൻലാലിനെ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ബാധിക്കും, ഈ നെഗറ്റീവായിട്ടാണ് പിണറായി വിജയനെ ബാധിക്കുക. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് മോഹൻലാൽ വന്നതിന് ശേഷം വീണ്ടും ഒരു അധികാരത്തിൽ കയറാൻ കഴിഞ്ഞില്ല. ഇതേപോലത്തെ ഒരു അവസ്ഥ തന്നെ ഒരു മാൻഡ്രാക്കിനെ പോലെ നമ്മുടെ പിണറായി വിജയന് സംഭവിക്കുമോ എന്ന് പറയുന്ന കൺഫ്യൂഷൻസും ചില വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ചോദ്യം ചോദിക്കുന്നത് മോഹൻലാൽ ആയതുകൊണ്ടും ഉത്തരം പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കൃത്യമായിട്ടുള്ള ഉത്തരമുള്ളത് കൊണ്ടും ആ ഇന്റർവ്യൂ ഒട്ടും ബോറായിരുന്നില്ല. വളരെയധികം വിവരം, നമുക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഇന്റർവ്യൂ ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിന്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിന്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ ഇതൊക്കെയായിരുന്നു ചോദിച്ച ചോദ്യങ്ങള്. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എനിക്കെതിരെ ഇത്ര കാലം വന്ന ആരോപണങ്ങൾ മുഴുവൻ ഞാൻ എന്തുകൊണ്ട് ഒരു ചിരിയോടെ നേരിട്ടു എന്ന് ഇതിൽ മനസ്സിലാവുന്നുണ്ട്. ഇത് മോഹൻലാലാണ് അതിന്റെ ഒപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ശത്രുക്കൾ പോലും ആ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നു എന്ന് കാണാം. മോഹൻലാൽ എത്ര കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, എത്ര വൃത്തിയായിട്ടാണ് പിണറായി വിജയൻ അതിൽ ഉത്തരം പറയുന്നത്. ഒരു ബബ്ബ അടിക്കൽ പോലുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പ്രതിസന്ധികൾ നേരിടാൻ താങ്കൾക്ക് ഒരു പുഞ്ചിരി ചുണ്ടത്ത് വെക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന് ഏത് പ്രതിസന്ധിയും നമുക്കൊരു കുറ്റബോധം തോന്നുന്ന രീതിയിൽ നമ്മളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഞ്ചിരിയൊന്നും വരില്ല, നമുക്ക് ഭയമായിരിക്കും. മടിയിൽ കനമുള്ളവനല്ലേ ഭയമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ പിണറായി വിജയൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇത് നമ്മളെ ബാധിക്കാത്ത ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കനകോല് കുടുങ്ങി എന്ന് പറയാം. ഇനി എന്തായുധമാണ് ഈ ഒരു ഗവൺമെന്റിനെതിരെ എയ്യാനുള്ളത് എന്ന് അവർക്കറിയില്ല. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴത്തെ വയനാട് ഒരു ഗംഭീര തുരങ്കം വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഈ ഒരു തുരങ്കം വരുന്നതിനെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ടും എതിർത്തിരുന്നു. ഇങ്ങനത്തെ ഒരു തുരങ്കം വരുന്നതിനെ ഞങ്ങൾ എതിർക്കും, അതിനുവേണ്ടി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് VD സതീശൻ പറയുന്ന ഡയലോഗുകൾ ഇപ്പോൾ വൈറലാണ്. ഒന്ന് കേട്ടോക്കൂ. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. ഇയാളൊക്കെ എതിർക്കുന്നതോടാണ് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ ഇതൊക്കെ നടത്താൻ ഇത്ര വലിയ ഊർജം കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വയനാടിൽ വളരെ പെട്ടെന്ന് എത്താനുള്ള ടണൽ പ്രൊജക്ട് ഞങ്ങൾ എതിർക്കും എന്ന് പറയുമ്പോൾ ഈ ചെങ്ങാതി എന്താ വിചാരിക്കുന്നത്? അല്ല കോൺഗ്രസ്സുകാരെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? വയനാട്ടിൽ വളരെ പെട്ടെന്ന് എത്തേണ്ടത് ആർക്കാണ്? വയനാട്ടുകാർക്കാണ്. വയനാട്ടുകാർക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന കോഴിക്കോട്ടിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ? മണിക്കൂറുകളോളം ചുരത്തിന് മുകളിൽ നിൽക്കേണ്ട ഒരു ഗതികേട് അവർക്കില്ലേ? വളരെ ഒരു അപകടവും മറ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഈ ചൂരന്മല ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മളെല്ലാവരും അത് നേരിട്ട് അനുഭവിച്ചതാണ്. അറ്റ്ലീസ്റ്റ് വയനാട്ടുകാർ ഇത് അനുഭവിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടണൽ വഴി വളരെ ഈസി ആയിട്ട് ഈ ചുരം ഒന്ന് കയറാണ്ടാത്ത അത്ര തന്നെ വളരെ എളുപ്പത്തിൽ അവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ അത് വയനാട്ടുകാർക്ക് ഒരു വണ്ടർ അത്ഭുതവും ഒരു വലിയ സംഭവമായിട്ട് മാറില്ലേ? എന്തൊക്കെയായാലും കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അത് 3 വർഷത്തിനുള്ളിൽ ആ ഒരു ജോലി തീർക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥർ മറ്റും പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത തവണ നമ്മുടെ കേരളത്തിലെ ആളുകൾ അബദ്ധം ചെയ്താൽ, എന്താണ് അബദ്ധം? കോൺഗ്രസിന് അടക്കമുള്ള ആളുകളെ ജയിപ്പിച്ചു വിട്ടാൽ ഈ പദ്ധതി താറുമാറാവും. വയനാട്ടുകാർ കുടുങ്ങും. ഇത് താറുമാറാക്കുമെന്ന് മാത്രമല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പദ്ധതികളുടെയും മൂട്ടിൽ ഇവന്മാര് കൊണ്ടുപോയിട്ട് കത്തിവെക്കും.
ഈ ഒരു പദ്ധതി നടക്കുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ഞങ്ങൾ എതിർക്കുമെന്നാണ്. എതിർത്തിട്ട് എന്തായി? പിണറായി വിജയൻ എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള ആ ഒരു നേതാവ് ഭംഗിയായിട്ട് ഇന്നതിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. ആദ്യ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. ആ ബ്ലാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയത് VD സതീശന്റെയും ഒപ്പം കോൺഗ്രസ്സുകാരുടെയും പാളയത്തിലാണ്. ബൈ.